എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഒരു അസാധാരണമായൊരു വ്യക്തിയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ISROയിലെ GSLVയുടെ പ്രോജക്റ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഈ ഏതാനും അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് വിരമിച്ച ഒരു ശാസ്ത്രജ്ഞനെയാണ് ശ്രീ ടോമി ജോസഫിനെ. അദ്ദേഹത്തിൻ്റെ ആകാശത്തേക്ക് റോക്കറ്റുകൾ വിടുക മാത്രമല്ല, ഉന്നതത്തിലിരുന്ന നമ്മളെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സ്നേഹത്തെ ഭൂമിയിൽ താഴ്മയിൽ ഇറങ്ങി വന്നവനെ അനുഭവിക്കുവാനായി അദ്ദേഹം കൊടുക്കുന്ന ചില വിലകളും നമ്മൾ ഈ പങ്കുവെക്കൽ നമുക്ക് ശ്രദ്ധിക്കാം. സാറേ, വിശേഷിക്കും സാറ് യഥാർത്ഥത്തിൽ ഏത് നാട്ടുകാരനാണ്? തിരുവനന്തപുരംകാരനാണോ? ഞാനത് ശരിക്കും തൊടുപുഴയാണ് ഞങ്ങളുടെ നാട്. ഞാൻ പഠിച്ചതെല്ലാം പ്രീ ഡിഗ്രി വരെ, അന്നത്തെ പ്രീ ഡിഗ്രി എന്ന് പറയായിരുന്നു, പ്ലസ് ടു പകരം പ്രീ ഡിഗ്രി വരെ പഠിച്ചത് തൊടുപുഴയാണ്. തൊടുപുഴ ന്യൂമാൻസ് കോളേജിലാണ്. അതിനുശേഷമാണ് എഞ്ചിനീയറിങ്ങിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വന്നത്. തിരുവനന്തപുരത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അന്നത്തെ കാലത്ത് 5 എഞ്ചിനീയറിംഗ് കോളേജേ ഉള്ളൂ. എൻ്റെ ചേട്ടൻ ഓൾറെഡി VSSCയിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. എന്തായാലും അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്ന് പഠിച്ചതിന് ശേഷം അതൊരു 5 വർഷത്തെ കോഴ്സായിരുന്നു. 5 വർഷത്തെ കോഴ്സിന് ശേഷം പിന്നെ പല ടെസ്റ്റുകളെല്ലാം ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു. അന്ന് കോളേജുകൾ കുറവായിരുന്നെങ്കിലും അതുപോലെ വെളിയിൽ വരുന്ന കുട്ടികൾ കുറവായിരുന്നെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസും വളരെ കുറവായിരുന്നു. പല ടെസ്റ്റുകളെല്ലാം എഴുതി ഫൈനലി ദൈവം ISROയിലേക്ക് നമുക്ക് ഒരു സെലക്ഷൻ തന്നു. ഞാൻ ജോയിൻ ചെയ്ത് ISROയുടെ ആന്ധ്രാപ്രദേശിലുള്ള ശ്രീഹരിക്കോട്ടയിലുള്ള സെൻറ്ററിലാണ് ജോയിൻ ചെയ്തത്. അവിടെ റോക്കറ്റിൻ്റെ വിടുന്ന ചില സിസ്റ്റത്തുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിലും അതിൻ്റെ എക്സിബിഷനിലുമായിരുന്നു. ഏതാനും വർഷം അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് തിരുവനന്തപുരത്തുള്ള VSSCയിലോട്ട്, വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിലോട്ട് ഒരു ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ഇവിടെ തിരുവനന്തപുരത്ത് സാറ് എത്ര വർഷമായി? തിരുവനന്തപുരത്തായിട്ട് ഇപ്പം 1981 തുടങ്ങിയതാണ്, പഠനം തുടങ്ങിയതാണ്. അപ്പം 2025 ആയല്ലോ ഇപ്പോൾ, അത്ര വർഷമായപ്പോൾ. അപ്പോൾ എങ്കിൽ പോലും സാറ് ചില റോക്കറ്റുകളും സാറ്റലൈറ്റൊക്കെ വിടാനായിട്ടൊക്കെ ഈ ശ്രീഹരിക്കോട്ടയിലേക്കൊക്കെ പോകേണ്ടതായിട്ട് വരുന്നില്ലേ? അങ്ങനെയുള്ള ഔദ്യോഗിക ജീവിത സമയത്ത് പലതവണ പോയിട്ടുണ്ട്. ഞാൻ ആദ്യം ജോയിൻ ചെയ്തത് ആക്ച്വലി MVIT എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റിയിലാണ്. ആക്ച്വലി VSSC തന്നെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെടുമങ്ങാടിനടുത്ത് വലിയമല ഒരു സ്ഥലമുണ്ട്. അവിടെ ആയിരുന്നു ഞാൻ തുടക്കത്തിൽ ജോയിൻ ചെയ്തത്. അവിടെ റോക്കറ്റിൻ്റെ ഒരു റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ സയൻസിൻ്റെ വിഭാഗങ്ങളും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് റോക്കറ്റ് സയൻസ് എന്ന് പറഞ്ഞാൽ. അതിനകത്ത് മെക്കാനിക്കലുണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, മെറ്റീരിയൽ സയൻസ്, കെമിക്കൽ, അങ്ങനെ എല്ലാ മേഖലകളും, എയറോനോട്ടിക്കൽ, മിഷൻ എല്ലാം ഉണ്ട് ആക്ച്വലി. അപ്പോൾ അതിൽ ഇലക്ട്രിക്കൽ മേഖലയിലായിരുന്നു ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു റോക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ റോക്കറ്റിന് പല ഭാഗങ്ങളുണ്ട്. ആ പല ഭാഗങ്ങളിൽ ഒത്തിരി ഇലക്ട്രോണിക്സ് ഉണ്ട്. ആ ഇലക്ട്രോണിക്സ് എല്ലാം തമ്മിൽ ബന്ധിപ്പിച്ച് അതിന് പ്രവർത്തനങ്ങൾ, ഓരോ കാര്യത്തിന് ഇവിടുന്ന് റോക്കറ്റ് പൊങ്ങുന്നത് തൊട്ട് റോക്കറ്റിൻ്റെ ഇത് ലോഞ്ച് തീരുന്ന സമയം വരെ ഒത്തിരി ആക്ടിവിറ്റി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് പല കമാൻഡുകൾ കൊടുക്കണം, പല ഫങ്ഷൻസ് വർക്ക് ചെയ്യേണ്ട എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം പല ഇലക്ട്രോണിക്സാണ് ചെയ്യുന്നത്. അപ്പം ഈ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഇലക്ട്രോണിക്സ് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുമെങ്കിൽ വേറൊരു ഇലക്ട്രോണിക്സ് വേറൊരു ഫംഗ്ഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിൻ്റെ ഒരു ഇൻപുട്ടാണ് ആക്ച്വലി. അപ്പോൾ ഇത് തമ്മിൽ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് നടത്തിയിട്ട് അതെല്ലാം കൂട്ടി യോജിപ്പിക്കണം. അങ്ങനെ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, അതുപോലെ തന്നെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും പല റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ വരും. ശ്രീഹരിക്കോട്ട എന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. വലിയ റോക്കറ്റുകൾ നമുക്ക് ശ്രീഹരിക്കോട്ട വെച്ചേ ലോഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെറിയ റോക്കറ്റുകൾ നമുക്ക് VSSC തിരുവനന്തപുരത്തുള്ള തുമ്പയിൽ നിന്ന് തന്നെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. വലിയ റോക്കറ്റുകൾ നമുക്ക് ചെയ്യണമെങ്കിൽ ശ്രീഹരിക്കോട്ട തന്നെ പോകണം. ഈ ശ്രീഹരിക്കോട്ട എന്നുള്ള റോക്കറ്റുകൾ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 300 ടണ്ണ് 400 ടണ്ണ്, അതെ, ഒരു ടണ്ണെന്ന് പറയുമ്പോൾ 1000 കിലോ ആവില്ല. അപ്പം 400 ടണ്ണ് 500 ടൺ വരെയാണ് ഒരു റോക്കറ്റിൻ്റെ മൊത്തം വെയിറ്റുകൾ വരുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സ്ഥലത്തല്ല ഉണ്ടാക്കുന്നത്, പല സെൻറ്ററുകളിലായിട്ട് ഉണ്ടാക്കിയിട്ട് ഇത് റോഡ് മാർക്കും, പ്രത്യേകിച്ച് പൈലറ്റ് വെഹിക്കിളെല്ലാം വെച്ചിട്ട്. കാരണം വേറെ ആക്സിഡൻ്റ് ഒന്നും ഉണ്ടാകരുത്. കാരണം ഓരോന്നിനും കോടികളാണ് ഇതിൻ്റെയൊക്കെ വില വഹിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് റോഡ് മാർഗവും നല്ല റോഡെല്ലാം ആദ്യം റോഡ് സർവേ നടത്തും. ഇവിടുന്ന് ആന്ധ്രാപ്രദേശ് സേരിക്കോട്ടേക്ക് പോകുന്നെങ്കിൽ ആ പോകുന്ന വഴി ഇവിടുന്ന് ആദ്യം ഒരു റോഡ് സർവേ നടത്തും. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, ലൈൻ കമ്പികളൊന്നും കറണ്ട് കമ്പികളൊന്നും ഇല്ല, അതുപോലെ വൃക്ഷങ്ങളുടെ ഇതൊന്നുമില്ല, അങ്ങനെയെല്ലാം റോഡ് സർവേ നടത്തും. എന്നിട്ടാണ് ഈ ഭാഗങ്ങൾ ഇവിടുന്ന് വിത്ത് പൈലറ്റ് വെഹിക്കിൾ കാണും. അതുപോലെ തന്നെ ഇവിടുന്ന് മെയിൻ ഭാഗങ്ങൾ പോകുമ്പോൾ എല്ലാം നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിക്കുകയും ചെയ്യും. കാരണം വേറെ ആരും മിസ്റ്റേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഓരോരോ ജില്ലകളിൽ ഇങ്ങനെ പോലീസിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ കാണും. അങ്ങനെ വിട്ടാണ് ഫൈനലി ഈ ശ്രീഹരിക്കോട്ട എത്തുന്നത്. ശ്രീഹരിക്കോട്ട എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്തതല്ലേ, പല ഇലക്ട്രോണിക്സ് ഭാഗങ്ങളും എല്ലാം ഉണ്ടായിച്ചില്ല. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാവുന്നതുള്ളതെല്ലാം നമുക്ക് വീണ്ടും ടെസ്റ്റ് നടത്തും. കാരണം എന്തെങ്കിലും സാധനം ഫെയിലായി നമുക്ക് അറിഞ്ഞുകൂടാ ആക്ച്വലി. കാരണം റോക്കറ്റിൻ്റെ ഒരു സ്ക്രൂ ഫെയിലായാൽ പോലും ചിലപ്പോൾ ടോട്ടൽ റോക്കറ്റ് ഫെയിലറായി പോയെന്ന് വരാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ആക്ച്വലി. നമ്മുടെ കൽപ്പന ചൗള നമ്മുടെ അമേരിക്കൻ വാഹനത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ആ ഒരു റോക്കറ്റിൻ്റെ ഭാഗത്തിൽ ഒരു ടൈലുണ്ടായിരുന്നു. ആ ഒരു ടൈൽ ഇളകിപ്പോയതാണ്. ഇളകിപ്പോയി അത് ഭയങ്കരമായിട്ട് ചൂടായി അങ്ങനെ അകത്ത് അങ്ങനെ ഉരുക്കിപ്പോയി. അങ്ങനെയാണ് അവർ മരിക്കാനിടയായത്. അപ്പം അങ്ങനെ ഓരോ ഭാഗവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഓരോ റോക്കറ്റിനകത്തും 10,000 സ്ക്രൂകളും മെക്കാനിക്കൽ പാർട്സും എല്ലാം ഉണ്ട്. അതുപോലെ ഈ ഇലക്ട്രിക്കൽ വയർ എടുത്തു കഴിഞ്ഞാൽ കിലോമീറ്ററോളം അറൗണ്ട് 50 കിലോമീറ്ററിന് കൂടുതൽ വയറുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ തമ്മിൽ ഈ ഇലക്ട്രോണിക്സ് എല്ലാം കൂടെ തമ്മിൽ ഇത് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ എന്നിട്ട് ഈ ഫൈനലി ഇതെല്ലാം യാത്ര കഴിഞ്ഞ് അവിടെ ശ്രീഹരിക്കോട്ട എത്തിക്കഴിഞ്ഞ ശേഷം ഇതെല്ലാം കൂടെ കൂടി വീണ്ടും ടെസ്റ്റ് നടത്തി എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഈ പറഞ്ഞ 500 ടൺ ഉണ്ടെന്ന് പറഞ്ഞത് അതെല്ലാം ഇങ്ങനെ ലോഞ്ച് ചെയ്യുന്ന നമ്മളൊരു പാഡുണ്ട് ആക്ച്വലി. അപ്പോൾ ആ പാഡിൽ നമ്മൾ അസംബിൾ ചെയ്യണം. അതും ഇത്ര 500 ടൺ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോരോ ഭാഗമായിട്ട് എടുത്തു വെച്ച് അപ്പോൾ ആ ഭാഗത്തിനകത്ത് മെക്കാനിക്കൽ പാർട്സ് ഉണ്ട്, ഇലക്ട്രോണിക് പാർട്സ് ഉണ്ട്, ഈ പറഞ്ഞ വയറിംഗ് ഉണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, കൺട്രോൾ സിസ്റ്റം ഉണ്ട്, അതെല്ലാം ഉണ്ട് ആക്ച്വലി. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് എടുത്തു വെച്ചിട്ട് നമ്മൾ വീണ്ടും ടെസ്റ്റ് നടത്തും. കാരണം അടുത്ത ഭാഗം എടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ താഴത്തെ ഭാഗം എല്ലാം വീണ്ടും ഓക്കെയാണെന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോ ഭാഗങ്ങളും വെച്ച് JCLV പോലെ റോക്കറ്റിൻ്റെ 3 മെയിൻ ഭാഗങ്ങളാണുള്ളത്. ഞാൻ മിഷൻ ഡയറക്ടറും ആയിരുന്ന റോക്കറ്റിന് മെയിൻലി 3 വലിയ ഭാഗങ്ങളും അത് കൂടാതെ ചുറ്റും 4 വലിയ റോക്കറ്റും ആയിരുന്നുണ്ടായിരുന്നു. അത് എത്ര നാളത്തെ ഒരു പ്രയത്നമായിരുന്നു സാറിൻ്റെ ആ സമയത്ത്? അതായത് റോക്കറ്റിൽ നമ്മൾ ആദ്യം ഒരു പ്രോജക്റ്റ് ഡിഫൈൻ ചെയ്യും. ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ട് ISRO ലെവലിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് ഫൈനലി അത് സെൻട്രൽ ഗവൺമെൻറ് പുട്ടപ്പ് ചെയ്യണം. സെൻട്രൽ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ട് ഇതിൻ്റെ കോസ്റ്റ് ആസ്പെക്ട്സ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് എന്നിട്ടാണ് ഫൈനലി പ്രോജക്റ്റിൻ്റെ ഫൈനൽ അപ്രൂവൽ കിട്ടുന്നത്. എത്ര രൂപ ചിലവ് വന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ റോക്കറ്റിന് മാത്രമായിട്ടല്ല നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നത്. ബേസിക്കലി പല റോക്കറ്റിന് നമുക്ക് ആയിട്ടാണ് ഒരുമിച്ചാണ് സാധനങ്ങൾ മേടിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സാധാരണ മാർക്കറ്റിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്പേസ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരിക്കണം. കാരണം സ്പേസ് വിൽ നെവർ പാഡ് എനി മിസ്റ്റേക്ക് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ക്രൂ ഒടിഞ്ഞു പോയാൽ പോലും ചിലപ്പോൾ റോക്കറ്റ് ഫെയിലായി പോകും. നമ്മൾ വില ചോദിച്ച് പറഞ്ഞാൽ 400 കോടി രൂപ തൊട്ട് 500 കോടി രൂപ വരെയൊക്കെ ഒരു റോക്കറ്റിൻ്റെ വില വരും. ഇത് ആക്ച്വലി ആൾക്കാർക്ക് കൊടുക്കുന്ന ശമ്പളവും ഒക്കെ കഴിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ആകെയുള്ള വിലയാണ് ആക്ച്വലി. ശരിക്കും നമുക്ക് സാറേ ഈ സ്പേസിൽ ഇതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഈ വളർച്ച എന്തുമാത്രം നമ്മുടെ ഇന്ത്യ രാജ്യത്തിനും ലോകത്തിനൊക്കെ എന്തുമാത്രം ഈ കാലഘട്ടത്തിൽ ഉപകാരപ്രദമായിട്ടുണ്ട്? തീർച്ചയായിട്ടും നമ്മളെ ബേസിക്കലി ഒരാൾ ജഡ്ജ് ചെയ്യുന്നത്, ഒരു ഔട്ട്സൈഡർ ജഡ്ജ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ സയൻസിലും ഉള്ള നമ്മുടെ എബിലിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇന്ത്യക്ക് നമുക്ക് വളരെ മഹനീയമായ ഒരു സ്ഥാനം ലോകരാജ്യങ്ങളുടെ ഇടയിലുണ്ട്, ഒരു വിലയുണ്ട് ബേസിക്കലി. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പേസിലും അതുപോലെ തന്നെ അറ്റോമിക് എനർജിയിലും നമ്മളൊരു ശക്തിയാണ്. ഇന്നിപ്പം പലപ്പോഴും നമുക്ക് പല യുദ്ധങ്ങളൊക്കെ വരുമ്പോൾ പറയുമല്ലോ, ഇന്ത്യയുടെ കയ്യിൽ ആറ്റം ബോംബുണ്ട് എന്നൊക്കെ പറയുമല്ലോ ആക്ച്വലി.
അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു ശക്തിയാണ് കാണിക്കുന്നത് ആക്ച്വലി. അതുകൊണ്ട് സയൻസിൻ്റെ ഈ ഡെവലപ്മെൻറ്റ് റോക്കറ്ററിയിലും ഇത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് റോക്കറ്റ് വെച്ചിട്ട് നമുക്ക് സാറ്റലൈറ്റ് നമുക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്ക് ഏത് രാജ്യത്തിൻ്റെ മുകളിൽ പോയിട്ട് അവരുടെ അവിടുത്തെ നീക്കങ്ങളും എല്ലാം വീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ലോകരാജ്യങ്ങളിടയിൽ മൂന്നാമതും നാലാമത്തെ സ്ഥാനം നമുക്കുണ്ട്. അത് നമ്മൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല, സാമ്പത്തികമായിട്ട് നമ്മൾ അത്രയ്ക്ക് ഇതല്ലേ പോലും ആക്ച്വലി ഈ സയൻസിലുള്ള ഈ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ നമുക്ക് കിട്ടുന്ന വില എന്ന് പറഞ്ഞാൽ വലുതാണ്. അതോടൊപ്പം തന്നെ ഈ ഇടയ്ക്ക് നമ്മുടെ സിന്ദൂർ മിഷൻ അത് ഒത്തിരിയേറെ ആ മിഷന് ഒത്തിരിയേറെ നമ്മുടെ ഈ സഹായം ലഭിച്ചിട്ടില്ല. അതെ 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 അതെല്ലാം വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് പോയത്. പക്ഷേ നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ കറക്റ്റ് മറ്റവരുടെ മൂവ്മെൻ്റ് എല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് അതിനെല്ലാം പ്രത്യേക വേറെ ഏജൻസികളുണ്ട്. കറക്റ്റ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കറക്റ്റ് അപ്പോഴപ്പോഴ് നമ്മുടെ ഇന്ത്യൻ ഡിഫൻസിനെയും എല്ലാം അറിയിച്ചിരുന്നു. അത് നമുക്ക് ഒത്തിരി സഹായമായത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ആധ്യാത്മികമായ കാര്യത്തിന് പോകുമ്പോൾ തന്നെ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സംശയം ഇവിടെയുണ്ട്. അതെൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ മനുഷ്യൻ ചന്ദ്രനിൽ എത്തി എന്നുള്ള പഠിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പിള്ളേർ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഇടയിൽ പലരുടെയും ഒരു സംശയം ഉണ്ട്. അപ്പോൾ ഈ സംശയം ശരിയാണോ? മനുഷ്യനെ അവിടെ എത്തിച്ചെന്നുള്ളത് അമേരിക്കയുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഡ്രാമയായിരുന്നു? അല്ല, അത് ഡ്രാമയല്ല, അത് ആക്ച്വലി പോസിബിൾ ആണ്. ആക്ച്വലി നമുക്ക് ഫിസിക്സിൽ തന്നെ ബേസിക്കലി ഇതെല്ലാം സയൻസിൻ്റെ ലോസ് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. സയൻസിൻ്റെ കെപ്ലർ ലോസ് എന്നൊക്കെ പറഞ്ഞ കുറേ ലോസും എല്ലാം ഉണ്ട് ഫിസിക്സ്. ഇതെല്ലാം വെച്ചിട്ടാണ് പോകുന്നത്. ഇതെല്ലാം പോസിബിളാണ്. ഇതൊന്നും ഇമ്പോസിബിൾ ആയിരുന്നില്ല. അത്രയും കഠിനമാക്കി തന്നെ ഈ അമേരിക്ക തന്നെ ആദ്യം ആക്ച്വലി റഷ്യയാണ് ആദ്യം ഒരാളെ സ്പേസിൽ കൊണ്ടുപോയത് ആക്ച്വലി. അപ്പോൾ അന്ന് നമുക്കറിയാമല്ലോ, അന്ന് USSRും അമേരിക്കയും രണ്ട് ശീതയുദ്ധമുള്ള സമയമാണല്ലോ. അപ്പം അമേരിക്കയുടെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ട്. പക്ഷേ ഈ USSRൽ എന്താ നടക്കുന്നത് നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവിടെ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ജോൺ എഫ് കെന്നഡി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ മറ്റേ USSR മനുഷ്യനെ യൂറി ഗഗാറിനെ ആദ്യമായിട്ട് സ്പേസിൽ വിട്ടെന്നുള്ള കാര്യം ആ ഒരു വാർത്ത അവർ വെളിപ്പെടുന്നത്. അത് അമേരിക്കയ്ക്ക് വലിയൊരു അടി പോലെയായിരുന്നു ആക്ച്വലി. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ അമേരിക്കൻ ക്യാബിനറ്റ് കൂടിയിട്ട് ജോൺ എഫ് കെന്നഡി പ്രസിഡന്റ് പറഞ്ഞ ആക്ച്വലി എത്ര പൈസ ആയാലും കുഴപ്പമില്ല, ഇത്ര വർഷത്തിനകം നമുക്ക് ആക്ച്വലി ഇതിൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകെ ആളെ കയറ്റി നമ്മൾ ആളെ കയറ്റി നമുക്ക് ചന്ദ്രനിലയക്കണമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് തുടങ്ങിയത് ബേസിക്കലി. അപ്പോൾ ഇതെല്ലാം ബേസിക്കലി പോസിബിളാണ്. ഇതൊന്നും അസത്യമൊന്നുമല്ല, സത്യമാണ്. കാരണം അന്നത്തെ കാലത്ത് അവർ അത്ര കഷ്ടപ്പെട്ടെന്ന് മാത്രം. അതിനുശേഷം എന്തുകൊണ്ട് നമുക്ക് പിന്നെ അവിടെ ആൾക്കാരെ എത്തിക്കാനായിട്ടൊന്നും സാധിക്കും? അല്ല, അത് നമ്മൾ ഈ സസ്റ്റെയിൻ ചെയ്ത് പോകുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി ചിലവുള്ള കാര്യമാണ്. ഒരിക്കലും നമ്മളൊരു വിജയം വരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ എവറസ്റ്റിന് മുകളിൽ ഒരാൾ കയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും കയറുന്നതിൽ അതിൽ വലിയ ത്രില്ലില്ല. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ. ഓരോന്നിനും ഭയങ്കര കോസ്റ്റാണ്, ഒത്തിരി കോസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ ആ കോസ്റ്റ് അത് റിപ്പീറ്റ് ചെയ്യുന്നതിൽ അവിടെ തന്നെ വീണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ട് പക്ഷേ ഇനിയും അവർ ശ്രമിക്കുന്നുണ്ട് ആക്ച്വലി. അത് കാരണം അവർ വീണ്ടും ഒരു പ്രസിഡന്റ് എടുത്തിട്ട് വീണ്ടും അതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ ചെയ്ത കാര്യമായതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി പിന്നെ വീണ്ടും പോകാത്തത്. സാറേ ഇത്രമാത്രമൊക്കെ ഒരു ശാസ്ത്രത്തിൻ്റെ ഫിസിക്സിൻ്റെ ഒക്കെ മേഖലയിലൂടെ സാറിൻ്റെ ബുദ്ധിയും ശരീരവും അറിവുകളെല്ലാം സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ അറിവ് മനുഷ്യനെ കൊല്ലുന്നു എന്നൊക്കെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ആധ്യാത്മിക കാര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കൂടുതൽ അറിവുള്ളവർ ദൈവത്തിൽ നിന്ന് അകലുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്, ഒത്തിരി പേരില്ലെങ്കിൽ തന്നെ. പക്ഷേ സാറ് കുറച്ചും ഇതിൽ സാറ് വളരുന്നതനുസരിച്ച് തന്നെ ദൈവത്തിലേക്ക് ആ നിസാരതയിലേക്ക് ആ സ്നേഹത്തിലേക്ക് സാറ് ഇറങ്ങി വരുന്നത് പലപ്പോഴും സാറിൻ്റെ ചില പ്രഭാഷണങ്ങളിലും സാക്ഷ്യങ്ങളിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്? എങ്ങനെയാണ് സാറിൻ്റെ ഒരു ആധ്യാത്മികതയിലേക്ക് ക്രിസ്തുവിനെ ഒരു പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസിലേക്ക് അങ്ങ് കടന്നു വന്നത്? ഞങ്ങളുടെ കുടുംബം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബം തൊടുപുഴയാണ്. അപ്പച്ചനും അമ്മച്ചി ചാച്ചനെ ഞങ്ങൾ വിളിക്കുന്നത്. 8 മക്കളും ഉണ്ടായിരുന്നു. അന്ന് വളരെ സാധാരണമായൊരു ഒരു കുടുംബമായിരുന്നു ആക്ച്വലി. അപ്പോൾ 8 മക്കളെയൊക്കെ അന്ന് വളർത്തുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളായിരുന്നു. പക്ഷേ അന്ന് തൊട്ട് തന്നെ ചാച്ചനും അമ്മച്ചിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവവിശ്വാസമുള്ള കൂട്ടത്തിലായിരുന്നു. എല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്ന കൂട്ടത്തിലായിരുന്നു ആക്ച്വലി. അപ്പോൾ അത് കൊച്ചുനാളിലെ തൊട്ട് തന്നെ ഞങ്ങൾ അത് കണ്ടു പഠിച്ചാണ് വന്നത്. ഒരിക്കൽ പോലും നമ്മൾ വീട്ടിൽ കുടുംബ പ്രാർത്ഥന മുടക്കുകയോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്തിട്ട് ഇല്ല ആക്ച്വലി.
അതുപോലെ ഞങ്ങളാരും ഈ ഒരു എന്താണ് ഈ മദ്യത്തിൻ്റെ മേഖലകളിലോട്ടോ ഒന്നും പോയിട്ടേ ഇല്ല. അങ്ങനെ വളരെ ഒരു അച്ചടക്കത്തിൽ ഞങ്ങൾ വളർന്നു വന്നത്. ആ വളർന്നു വന്ന ആ രീതി ഇപ്പോഴും ഞങ്ങൾ തുടരുന്നുണ്ട്. ആക്ച്വലി ആ 8 മക്കളിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സാധാരണ കുടുംബം എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ 5 ആണുങ്ങളും 3 പെണ്ണുങ്ങളുമാണ്. ആക്ച്വലി അതിൽ 2 പേര് മരിച്ചുപോയി, ഒരാളും മരിച്ചുപോയി. ആക്ച്വലി ഇന്നും ബാക്കിയുള്ള ഞങ്ങൾ ആണുങ്ങൾ എല്ലാ ആഴ്ചയിലും ഇന്നിപ്പം മൂത്ത ചേട്ടൻ ഞാൻ പറഞ്ഞിരുന്നത് പോലെ മൂത്ത ചേട്ടൻ ISRO സീനിയർ സയൻറ്റിസ്റ്റ് ആയിട്ടാണ് റിട്ടയർ ചെയ്തത്. ഈവൻ സാധാരണ ജോലി കഴിഞ്ഞിട്ടും കേന്ദ്ര ക്യാബിനറ്റ് 2 വർഷം എക്സ്റ്റൻഷൻ കൂടെ കൊടുത്തു. എക്സ്റ്റൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. ആക്ച്വലി അത് കേന്ദ്ര ക്യാബിനറ്റിന് അപ്രൂവ് ചെയ്യണം. 2 വർഷം എക്സ്റ്റൻഷൻ കൊടുത്തു. അതിനുശേഷം ഇപ്പോഴും ചില മേഖലകളിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ ജോർജ് ജോസഫ് എന്ന് പറയും, തിരുവനന്തപുരത്ത് തന്നെയാണ് താമസിക്കുന്നത്. ആക്ച്വലി പിന്നെ അതിൻ്റെ അടുത്ത ബ്രദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി എഞ്ചിനീയറാണ്. പുള്ളി ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ ഔട്ട്സ്റ്റാൻഡിങ് സയൻറ്റിസ്റ്റായിട്ട് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റായിട്ടാണ് റിട്ടയർ ചെയ്തത്. അദ്ദേഹം ബോംബെയിലാണ് താമസിക്കുന്നത്. ഇടയ്ക്ക് നാട്ടിൽ വരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രദർ മരിച്ചുപോയി, പുള്ളി നാട്ടിലായിരുന്നു. വേറൊരു ബ്രദർ തൊടുപുഴ തന്നെ ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസറായിരുന്നു. തൊടുപുഴ ന്യൂമാൻസ് കോളേജ്, അതുപോലെ മൂവാറ്റം നിർമ്മല കോളേജ്, കോതമംഗലം രൂപതയുടെ കീഴിലുള്ള 2 കോളേജിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തു. പേരെന്തായിരുന്നു? ബേബി ജോസഫ്. രണ്ടാമത്തെ ആളുടെ പേര് ജോസഫ് എന്നായിരുന്നു. ഇവരെല്ലാവരും ഈ അപ്പനും അമ്മയും കൈമാറി നൽകിയ ആ വിശ്വാസം ഞങ്ങൾ മുറുകെ പിടിച്ച് എന്തിലും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആ ഒരു ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ പരീക്ഷയുടെ സമയമൊക്കെ വരുമ്പോഴത്തേക്കും അന്ന് ഒരു പശുവൊക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചി പശുവിനെ നോക്കി നടക്കും. എന്നിരുന്നാലും ഈവൻ ഒരു ചെറിയൊരു പരീക്ഷയുടെ സമയമാണെങ്കിൽ പോലും, ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു സമയത്ത് പോലും ഓരോ പരീക്ഷയുടെ സമയമാകുമ്പോഴത്തേക്കും അമ്മച്ചി നേരെ വന്നിട്ട് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയും അത് ഞങ്ങൾ തുടർന്ന് വന്നു. ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. ഞങ്ങളത് എല്ലായിടത്തും കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോഴും ഞങ്ങൾ മൂത്ത ബ്രദർ, ഞാൻ പറഞ്ഞല്ലോ മൂത്ത ബ്രദർ ഇപ്പോൾ അപ്പോൾ ചാച്ചനും അമ്മച്ചിയും ഭരിച്ച ശേഷം മൂത്ത ബ്രദറിനെയും ചേട്ടത്തേനെ ഞങ്ങൾ ചേച്ചിയെന്ന് വിളിക്കുന്നത്. കാരണം ഞങ്ങൾ സഹോദരങ്ങളെ പോലെ കഴിയുന്നത്. അപ്പോൾ മൂത്ത ചേട്ടനെ ഞങ്ങൾ ഡോക്ടർ ജോർജ് ജോസഫ് ചേട്ടനെ ഞങ്ങൾ ഇപ്പം അപ്പനും അമ്മയായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവർ ഞങ്ങളുടെ അത്രയ്ക്ക് സ്നേഹത്തിലും ആണ് ഞങ്ങളുടെ കുടുംബം കഴിയുന്നത്. ഇന്നും ഞങ്ങൾ ഇപ്പം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ വീഡിയോ കോള്, ഒരാൾ ബോംബെയിൽ, ഒരാൾ നാട്ടിൽ തൊടുപുഴ, ഒരാൾ തിരുവനന്തപുരത്തുണ്ട്, മൂത്ത ചേട്ടനുണ്ട്, ഞാനിവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ കോളിൽ വരും. വീഡിയോ കോളിൽ വന്നിട്ട് ആദ്യം പ്രാർത്ഥിക്കും. കൊന്തയൊക്കെ ചെല്ലും. പ്രാർത്ഥിക്കെല്ലാം കഴിയും. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിലെ വിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 1-1.5 മണിക്കൂർ വീഡിയോ കോളിൽ കാണും. അത് നേരിട്ട് എപ്പോഴും കാണാൻ പറ്റത്തില്ലല്ലോ. അത് ഞങ്ങൾ തുടരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ ഭാര്യയുടെ കുടുംബക്കാരും ഞങ്ങളും ശരിക്കും സഹോദരങ്ങളെ പോലെ തന്നെയാണ്. ആക്ച്വലി എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ന് തന്നെ പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മയുടെ റോളിൽ തന്നെയാണ് ഭാര്യ. അത്രയ്ക്ക് ബെസ്റ്റ് ഫ്രണ്ടാണ്. പിന്നെ നമ്മുടെ ഡോക്ടറാണ്. ബേസിക്കലി ഞാൻ പറഞ്ഞു ഡോക്ടർ എന്ന് പറഞ്ഞാൽ വീട്ടിലെ ഡോക്ടറാണ്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്തും സഹിക്കുന്നതാണ്, എന്ത് സ്നേഹമാണ്, എന്ത് കോംപ്രമൈസിന് തയ്യാറുള്ള ആളാണ്. ശരിക്കും നമ്മുടെ അമ്മ നോക്കുന്ന പോലെ തന്നെയാണ് വൈഫ് ഇന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സഹോദര ഏക മനസ്സായിരിക്കുന്നത് എത്ര നല്ലതാണ്. അത് അഹ്റോൻ്റെ തലയിലൂടെ ഒഴുകി അല്ലേ, തടിയിലൂടെ കഴുത്തോട്ടയിലൂടെ ഒഴുകുന്ന നെറുതീൻ സുഗന്ധ തൈലം പോലെയാണ്. അവിടെയാണ് ദൈവം വസിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ശരിക്കും ആ ഒരു അനുഭവം സാറേ ഇപ്പോഴും ഈ നിങ്ങൾ സഹോദരങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ആ സ്നേഹം പങ്കുവയ്ക്കുന്നു, ഒരുമിച്ച് ആ അപ്പനും അമ്മയും നൽകിയ ആ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയൊക്കെ ഒരു ബലവും ശക്തി എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എന്തുമാത്രം വലുതാണെന്നുള്ളത് അല്ലേ, എന്തുമാത്രം വലുതാണെന്ന് നമുക്ക് അറിയേണ്ട ഒരു സംഭവമാണ്. കാരണം ഈ കാലഘട്ടങ്ങളിൽ
അങ്ങനെ പ്രാർത്ഥനകളില്ലാത്ത കുടുംബങ്ങൾ, മക്കൾ പല രീതിക്കും വഴിതിരിച്ചു പോകുന്നു. അതെ അതെ. അത് ശരിക്കും ഈ വല്ല സാറിനെ പോലെയുള്ളവരുടെ, സാറ് പലപ്പോഴും ഒരു സൺഡേ സ്കൂൾ ടീച്ചറും കൂടെയാണ്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പിള്ളേരോട് പങ്കുവെക്കാറുണ്ട് സാറേ? തീർച്ചയായിട്ടും. ഞാൻ ആക്ച്വലി സൺഡേ സ്കൂളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഭയങ്കര തിരക്കായിരുന്നു. ഈവൻ പല അവസരങ്ങളും നമ്മുടെ ഈവൻ ആഘോഷ അവസരങ്ങളിൽ പോലും പലപ്പോഴും ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ അങ്ങ് പല ക്രിസ്മസ്, ഈസ്റ്റർ പോലും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജോബ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് കമ്മിറ്റഡ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ല ഇതിനിടയ്ക്ക് പോയാൽ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ശ്രീഹരിക്കോട്ടയിൽ ഞങ്ങൾക്ക് ഒരു പള്ളിയുണ്ട്. അവിടെ എല്ലാവർക്കും കൂടെ ഒരു കോമൺ പള്ളിയുണ്ട്. കാത്തലിക്സിന് മാത്രമല്ല, ഈ കോമ്പൗണ്ടിനുള്ളിൽ ഒരു പള്ളിയുണ്ട്, ഒരു മോസ്ക് ഉണ്ട്, ഒരു അമ്പലമുണ്ട് ആക്ച്വലി. അപ്പം നമുക്ക് അവിടെ പോകും. അവിടെ പോയ പക്ഷേ നമ്മൾ ഈ ശാസ്ത്രത്തിൽ ബേസിക്കലി ഈ വിശ്വാസത്തിൽ കുറവെന്ന് പറയുന്നതിൽ ഞാൻ ശരിക്കും വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ISRS ശാസ്ത്രജ്ഞരിൽ നല്ല ശതമാനത്തിനും നല്ല വിശ്വാസികളാണ് ആക്ച്വലി. ഒരിക്കൽ തന്നെ ഒരു ചെറിയ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുകയാണ്. ഒരിക്കൽ അത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന റോക്കറ്റിൻ്റെ ഒരു ഭാഗത്ത് ലോഞ്ചിന് ഒരു 2-3 ദിവസം മുമ്പ് അതൊന്ന് ലോഞ്ചിനോട് അടുത്തു. അതായത് എല്ലാം ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു, ഫൈനൽ റൗണ്ടിലോട്ട് റിഹേഴ്സലും കഴിഞ്ഞു, ഫൈനൽ റൗണ്ടിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആക്ച്വലി. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിൽ ഒരു ഫെയിലർ കണ്ടു. അപ്പോഴത്തേക്കും എൻ്റെ ബോസ് എന്ന് പറഞ്ഞാൽ വളരെ സീനിയറായ പാർട്ടിയാണ്. അപ്പം ബോസ് എന്നോട് ചോദിച്ചത്, അദ്ദേഹം ഒരു ബ്രാഹ്മണാണ്. അദ്ദേഹം എന്നോട് ആദ്യമേ ചോദിച്ചത്, ടോമി ഇന്നലെ ഞായറാഴ്ച പള്ളി പോയില്ലേ എന്നാണ് എന്നോട് ചോദിച്ചത് തന്നെ ചെയ്യുക. അപ്പം അത്രയ്ക്ക് വിശ്വാസമുള്ള ആൾക്കാരാണ് ബേസിക്കലി ഉള്ളത് ആക്ച്വലി. അത് ശരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് പലരും പറയാറുണ്ട് ഇങ്ങനെ അറിവുള്ളവർ അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നതൊക്കെ. പക്ഷേ ഈ സാറ് പറഞ്ഞ പോലെ നമ്മുടെ അറിവിൻ്റെ അപ്പുറമായിട്ട് പല കാര്യങ്ങളും ഈ ദൈവവിശ്വാസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല ഈ കാലഘട്ടങ്ങളിൽ. കാരണം നമ്മൾ ബൈബിളിൽ ചങ്കടൽ മുറിയുന്നു, അല്ലെങ്കിൽ ജോഷുവ പറയുന്നു സൂര്യനെ അവിടെ നിൽക്കുക, ഭൂമി അവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ജനത്തെ മുന്നോട്ട് നയിക്കുന്നു. അത് ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അത് അന്നല്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പം സാറിൻ്റെയൊക്കെ, അതായത് ഈ ഫിസിക്സിൻ്റെയും ടെക്നോളജിയുടെയൊക്കെ ഏറ്റവും മുൻപത്ത് നിൽക്കുന്ന അങ്ങേപ്പോലുള്ളവർ ഈ വിശ്വാസത്തെ ഈ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടെ അറിവിനപ്പുറമായിട്ടൊക്കെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഇറങ്ങിയ അനുഭവങ്ങളില്ല സാറേ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒത്തിരി കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്ക് അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്നും നമുക്ക് അറിഞ്ഞുകൂടെ. കാരണം ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വലുതാണെന്നുള്ളത്. നമ്മുടെ ഈ ചെറിയ ഒരു സോളാർ സിസ്റ്റത്തിനകത്ത് തന്നെ ഉള്ള കാര്യങ്ങൾ, അതിൽ തന്നെ നമ്മൾ കുമാരനാശം പാടിയതുപോലെ നമ്മളൊരു ചെറിയ ഒരു ജീവി മാത്രമാണ്. ഇങ്ങനെ ഒരു സോളാർ സിസ്റ്റം, അതുപോലെ തന്നെ എത്രയോ സോളാർ സിസ്റ്റം കൂടിയ ഒരു വലിയ മിൽക്കി വേ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമുണ്ട്, അതിനും വലിയ സിസ്റ്റമുണ്ട്. അപ്പം നമ്മുടെ അറിവ് നമ്മൾ എത്രമാത്രം വലുതാണെന്ന് പറഞ്ഞാൽ പോലും അതെല്ലാം വളരെ വളരെ പരിമിതമാണ്. ഇതിനെല്ലാം മുകളിലൊരു ശക്തി ഉണ്ട്. ചുമ്മാ ഒരു സാധനം ഉണ്ടാകത്തില്ല. എന്ത് സാധനം അത് വെറുതെ ഒരു നിരീശ്വരവാദി പണ്ട് ചോദിച്ചതുപോലെ ഒരു റൂമിൽ ഒന്നും വെക്കാതെ ഇരുന്നിട്ട് ഒരു സാധനം അവരെ കൊണ്ട് അയാളെ ആദ്യം കാണിച്ചു, പിന്നീട് തിരിച്ച് പുള്ളി വന്നപ്പോഴത്തേക്കും അവിടെ ഒരു സാധനം കൊണ്ട് വെച്ചിട്ടുണ്ട്. പുള്ളി വെച്ചു, അതാരെ കൊണ്ട് വെച്ച്? ഇല്ല, ഇത് തന്നെ ഉണ്ടായതാ എന്ന് പറഞ്ഞു. അപ്പോൾ നിരീശ്വരവാദി പറഞ്ഞു, എങ്ങനെ തന്നെ എങ്ങനെ ഉണ്ടാകുന്നെങ്ങനെ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഉണ്ടാക്കുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇത്രമാത്രം വലിയൊരു പ്രപഞ്ചം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നിലൊരു ശക്തിയുണ്ട്. ആ ശക്തിയിലാണ് ദൈവം നമ്മൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക, നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യുക, മറ്റേ ആ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. ആ വിശ്വാസം അത് നമ്മളെ മുന്നോട്ട് നയിക്കും. ശരിക്കും നമ്മൾ കുറച്ചും പറഞ്ഞ പോലെ മക്കാബായവരുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഞങ്ങൾ കരങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഒരു സംഭവമില്ല. കരങ്ങൾ കൊണ്ട് യുദ്ധം ചെയ്യുക, ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാത്ത കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് സാറ് ഈ സൺഡേ സ്കൂള് ഒരു അധ്യാപകനായിട്ടും അങ്ങയുടെ ഈ സമയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നത്. അത് എവിടെയാണ് സാറ് പഠിപ്പിക്കുന്നത്? എവിടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്? ഞങ്ങളുടെ ലൂർദ് ഹിൽ ചർച്ച് എന്ന് പറയും, ഇവിടെ അടുത്ത് പേരുക്കട എന്ന് പറയും, അവിടെയാണ് പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ റിട്ടയർ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വികാരച്ചൻ പറയുന്നുണ്ടായിരുന്നു, സാർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺഡേ സ്കൂളിലോട്ട് വരണം. ഞാൻ പറഞ്ഞു നല്ല തിരക്കിലാണ്. ഞാൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ ശേഷം കുറച്ച് നാൾ പിന്നെയും കുറച്ച് അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഓഫീസ് അസൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഏതായാലും അച്ഛനെ നിർബന്ധിച്ച് ഫൈനലി ഞാൻ ഒരു ക്ലാസ്സിൽ
ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റെഗുലർ ബുക്കിൽ നിന്ന് ഉപരിയായിട്ട് ഞാൻ ജനറലായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. ആക്ച്വലി നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ വാല്യൂസിനെ കുറിച്ചും, ഇന്നത്തെ കാലത്ത് നമ്മുടെ വാല്യൂസിനെ കുറിച്ചും, നമ്മൾ എങ്ങനെ ആയിരിക്കണം, നമ്മുടെ കുടുംബത്തിന് എങ്ങനെ ആയിരിക്കണം. ഞാൻ ആദ്യം തന്നെ കുട്ടികളോട് ചോദിക്കുന്നത്, കുട്ടികളോട് വന്ന് ചോദിക്കുന്നത് ഇന്നത്തെ വായനകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഞായറാഴ്ചയാണെങ്കിൽ നമുക്ക് 4 വായനയുണ്ടല്ലോ. അപ്പോൾ അത് പിള്ളേർ ശ്രദ്ധിച്ചൊന്നറിയാൻ ഞാൻ ചോദിക്കുന്നത് 4 വായന ഏതൊക്കെയായിരുന്നു അത് ചോദിക്കും. അപ്പോൾ ആദ്യം ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം എല്ലാവരും ഇങ്ങനെ കേട്ട് ജസ്റ്റ് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ, അല്ലാണ്ട് അത് മനസ്സിലത് പതിക്കുന്നില്ലായിരുന്നു. അതിനുശേഷം ആഴ്ചയിൽ ഓരോരോ കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും പറയാം, അത് ഇന്ന് മത്തായിയുടെ സുവിശേഷം ആയിരുന്നു, ഇന്ന് യേശയ്യായിരുന്നു, ഇന്ന് മറ്റേ പൗലോസിൻ്റെ കൊറിന്ത്യൻസ് അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ കുട്ടികളോട് പറഞ്ഞു എല്ലാ ദിവസവും ബൈബിൾ കുറച്ചെങ്കിലും വായിച്ചിരിക്കണം. ഇതൊന്നും നമ്മുടെ സൺഡേ സ്കൂൾ അജണ്ടയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ ഒന്നും അല്ല ആക്ച്വലി. പക്ഷേ ഞാൻ പിള്ളേർ പറഞ്ഞു എല്ലാ ദിവസവും നിങ്ങൾ കുറച്ചെങ്കിലും, നിങ്ങൾക്ക് ഇപ്പോൾ ഒട്ടും സമയമില്ല, എന്ത് പരീക്ഷയായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം, നിങ്ങൾ ഒരു ചെറിയ പാരഗ്രാഫ് അത് വായിക്കണം. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ വൈകുന്നേരങ്ങളിലെ സന്ധ്യാപ്രാർത്ഥന ഒരു കാരണവശാലും മുടക്കരുത്. പറ്റുമെങ്കിൽ മുഴുവൻ സമയം പ്രാർത്ഥിക്കുക, അറ്റ്ലീസ്റ്റ് മിനിമം സമയമെങ്കിലും പ്രാർത്ഥിക്കുക. അതും വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ചിലപ്പം അപ്പനൊന്നും എത്തിക്കാണത്തില്ലായിരിക്കും, സാരമില്ല. അപ്പം ബാക്കിയുള്ള എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക. അതുപോലെ ഒരുമിച്ച് ആഹാരം കഴിക്കുക, കഴിയുന്നതും എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കുക. ആ സമയത്ത് ടിവിയും മൊബൈലും എല്ലാം ഓഫ് ചെയ്തിടുക, എല്ലാവരും ഒരുമിച്ച് ആഹാരം കഴിക്കുക. അങ്ങനെ ആ കുടുംബത്തിൻ്റെ ആ സ്നേഹം നല്ലൊരു കുടുംബം എന്നായാൽ തന്നെ സമൂഹത്തിലും സഭയിലും എല്ലാം അവർ നല്ല പൗരന്മാരായി തീരും. പിന്നെ അവർക്കൊന്നും പിന്നെ മോശക്കാരാകാൻ പറ്റത്തില്ല ആക്ച്വലി. എൻ്റെ മക്കളുടെ കാര്യം പിന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോൻ ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, മോളെ കെട്ടിച്ചിട്ട് ഇന്ന് സ്വീകാര്യം അടുത്താണ്. അവർ ഒരു കൊച്ചുമോളുമുണ്ട്, അവരവിടെ കഴിയുന്നു. അവർ 2 പേർക്കും IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. മോനാണെങ്കിൽ BTech കഴിഞ്ഞതാണ്. BTech എല്ലാം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അതിനുശേഷം ആ സമയത്ത് എല്ലാം അവന് തുടക്കത്തൊട്ട് തന്നെ ഓൾട്ടർ ബോയ് ആയിട്ട് അതുപോലെ തന്നെ ഞാൻ 25 വർഷമായിട്ട് ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൻ്റെ ലീഡറാണ്. 25 വർഷമായിട്ട് ലീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും മാറാൻ സമ്മതിക്കാത്തതുകൊണ്ട് അത് ഏറ്റെടുക്കാത്തതിനോട് മകളിൽ കൂടിയാണ്. ഞാനത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അല്ലാതെ ഞാനതൊരു ഒരിക്കലും വേറാണ്ട് കരുതിയിട്ടേ ഇല്ല. അത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് ചെയ്തത്. അപ്പോൾ അതിനോടുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നത്. അപ്പോൾ ഏത് അച്ഛന്മാർ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ തുടക്കത്തിലെ ഫസ്റ്റ് അച്ഛൻ തൊട്ട് ഇപ്പോൾ ഇരിക്കുന്ന 10-12 അച്ഛന്മാരായി എല്ലാവരുടെ കാലത്തും ഞാൻ തന്നെയാണ് ലീഡറായിട്ട്. അതൊരു മാറ്റമില്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാറിനെ ആരും മടുത്തിട്ടില്ല, സാറിൽ നിന്നും ഒരു ദൈവാനുഗ്രഹം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ആർക്കും ബോറടിക്കുന്നുമില്ല, ആർക്കും ഒരു ശല്യവും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കും അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി അതുപോലെ ഈ ഓരോ അച്ഛന്മാർ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോൾ, അതുപോലെ അവരുടെ ഉള്ള സമയത്ത് വീട് വെഞ്ചരിക്കുന്നൊക്കെ പോകുമ്പോഴത്തേക്കും എൻ്റെ ഇളയ മോന് അന്ന് അവന് കൊച്ചു വയസ്സുള്ള, അതായത് 4-5 വയസ്സുള്ള സമയമാണ്. ആ സമയത്ത് പോലും അവൻ എല്ലാ വീടുകളും ഈ വീട് വെഞ്ചരിപ്പിനും എൻ്റെ കൂടെ വരും. അപ്പോൾ അച്ഛനെ കൊണ്ടുവന്ന് ലീഡറാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പം ഈ എല്ലാ വീടുകളിൽ പോകുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ എന്നോ ഇവൻ വരും. അപ്പം കാറിൽ എൻ്റെ മടിയിലേക്ക് അല്ലെങ്കിൽ ഇവൻ അച്ഛൻ്റെ മടിയിലായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ കൊച്ചായ സമയത്ത് അങ്ങനെ എല്ലാ വീടുകളിലും ഇവൻ പോകും. അങ്ങനെ പരിചയമുണ്ട്. അതുപോലെ തന്നെ ഓൾട്ടർ ബോയ്, ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ അവന് ഓൾട്ടർ ബോയ് ആയി. ഇന്നും അവൻ നാട്ടിൽ വരും. ഇന്ന് ആക്ച്വലി അവനിപ്പോൾ ബേസിക്കലി അവന് പൈലറ്റ് ട്രെയിനിങ് കോഴ്സ്, ഇൻഡിഗോയിൽ പൈലറ്റ് ട്രെയിനിങ് കോഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാഗ്പൂർ അടുത്താണ്. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ഹൈദരാബാദിൽ വന്നിരുന്നു. അപ്പം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ക്രിസ്മസിന്. അപ്പോൾ ഇന്ന് വരുന്നുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ഇപ്പം തിരുച്ചിനാപ്പള്ളി വരെ എത്തി വൈകുന്നേരമാകുമ്പോഴത്തേക്കും വീട്ടിലെത്തും. അപ്പോൾ അവന് ക്രിസ്മസിന് വരണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പം അതുപോലെ പേരൻസിനെയും കാണണം, എല്ലാവരുടെ ഫ്രണ്ട്സിനെയും കാണണമെന്ന്. അതുപോലെ ഇവിടെ വന്നു കഴിഞ്ഞാലും അവന് ഇവിടെ എല്ലാ ദിവസവും അവൻ പള്ളിയിൽ പോയിരിക്കും. അതുപോലെ തന്നെ ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നിത്യാരാധന ചാപ്പൽ, അങ്ങനെയുള്ള ചാപ്പലുകളെല്ലാം പോകും. അതുപോലെ അവനിപ്പം നാഗ്പൂർ അടുത്ത സ്ഥലത്ത് അവിടെ അടുത്തെങ്കിലും പള്ളികളൊന്നുമില്ല. അറൗണ്ട് 20 കിലോമീറ്റർ ദൂരത്തിലാണ് ഒരു പള്ളിയുള്ളൂ. 20 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഈ 20 കിലോമീറ്റർ ദൂരത്തിലുള്ള പള്ളിയിലോട്ട് ഒരു ലാറ്റിൻ ചർച്ചാണ്. ആ പള്ളിയിലോട്ട് എല്ലാ ഞായറാഴ്ചയും അറൗണ്ട് 500 രൂപ ഓട്ടോ മുടക്കി ഓട്ടോ റിക്ഷയ്ക്ക് പൈസ മുടക്കി പോയി അവിടെ ചെല്ലും. അവിടെ ചെന്ന് അച്ഛനുമായിട്ട് കമ്പനിയായി, അച്ഛനുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഇത് എല്ലാം കഴിഞ്ഞ് ദൈവാനുഗ്രഹം അവിടെ ഒരു മലയാളി അച്ഛനുമാണ് ഉപയോഗിച്ചത്. അങ്ങനെ വളരെ കമ്പനിയാണ്. അങ്ങനെ അതുപോലെ അങ്ങനെ അവസരങ്ങളിൽ അത് ഈവൻ ദൂരെ ആയിട്ട് പോലും
ഇവിടുന്ന് കിട്ടിയ ആ ഒരു ഇത് അവന് ദൂരെയായി ഞങ്ങളിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോയിട്ട് പോലും അത് വിശ്വാസം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദൈവത്തിൽ മുറുകെ പിടിച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സാറ് ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് മോനെ 20 കിലോമീറ്റർ ദൂരമുള്ള പള്ളിയിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് പോകുന്ന ഒരു സമർപ്പണം, അത് ശരിക്കും അതിനേക്കാളും വലിയൊരു സമർപ്പണം സാറിൻ്റെ ജീവിതത്തിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് ലേഖനം വായിക്കാനുണ്ടായിരുന്നു. അത് സാറ് അന്നേരം ദൂരെ എവിടെയായിരുന്നു, പിന്നെ അന്ന് തലേദിവസം രാത്രിയാണ് ഓർക്കണത്, ഫ്ലൈറ്റ് പിടിച്ച് വന്ന ഒരു അനുഭവം, അത് സാറൊന്ന് പങ്കുവെച്ചു. സാർ അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആക്ച്വലി. അപ്പോൾ അന്ന് ഒക്കെ പിള്ളേർ മക്കളും ചെറിയ പ്രായമായ സമയത്താണ്. അപ്പോൾ അന്ന് ഞാനായിരുന്നു ലീഡർ. അപ്പം ലീഡർ ഞാനായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു റോക്കറ്റ് ലോഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീഹരിക്കോട്ടയിൽ ആന്ധ്രാപ്രദേശിൽ പോയതായിരുന്നു. ആന്ധ്രാപ്രദേശിൽ പോയതായിരുന്നു. അപ്പോഴത്തേക്കും സാധാരണ ഓൾട്ടർനേറ്റ് ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ 4-5 പല പല ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ. അപ്പോൾ പല പല ഗ്രൂപ്പുകൾ മാറി മാറിയാണ് ഈ ആദ്യത്തെ കുർബാനയ്ക്ക് ലേഖനങ്ങൾ വായിക്കുന്നത്. 2 വായനകൾ അവരാണ് വായിക്കുന്നത്. അപ്പം ഗ്രൂപ്പിൽ നിന്ന് ആരെങ്കിലും വരും, അവർ 2 വായന വായിക്കും. അങ്ങനെ അങ്ങ് പൊക്കൊണ്ടായിരുന്നത്. അപ്പം മിക്കവാറും ഞാൻ തന്നെയാണ് അതിൽ ഒരു വായന വായിക്കുക. ഇവിടെ ആയിരുന്ന സമയത്ത് വായിക്കുന്നത്. 2ാമത്തെ വായന ആരെങ്കിലും കണ്ടുപിടിക്കും. അങ്ങനെയാണ്. ഇവൻ ചില അവസരങ്ങളിൽ 2ാമത്തെ ആളിന് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ 2 വായന വായിച്ച് ഇറങ്ങി പോകുന്ന അവസരങ്ങൾ വരെ ഉണ്ട്. പക്ഷെ അന്നും ആദ്യ കുർബാനയ്ക്കാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 2ാമത്തെ കുർബാനയ്ക്ക് പിള്ളേരുടെ കുർബാനയാണ്. അപ്പോൾ അന്ന് ഈ പിള്ളേർ കൊച്ചായ സമയത്ത് പിള്ളേരെ കാറ്റഗിസിന് കൊണ്ടുപോകണം. അപ്പോഴത്തേക്കും ആ കുർബാനയ്ക്ക് പിള്ളേരെ കൊണ്ടുപോകണം. അപ്പോഴത്തേക്കും വൈഫും മക്കളും ഞാനും കൂടി 2ാമത്തെ കുർബാനയ്ക്ക് പോകും. പക്ഷേ ആദ്യത്തെ വായനയ്ക്ക് വായിക്കാൻ പലപ്പോഴും മിക്കവാറും പലരും കാണില്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ വായനയ്ക്ക് വേണ്ടി തന്നെ ഞാൻ വായിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ ചെല്ലും. ചില സമയത്ത് 2 വായന വായിക്കും. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വന്ന ഉടനെ തന്നെ 9:30 2ാമത്തെ കുർബാന. 2ാമത്തെ കുർബാനയ്ക്ക് എല്ലാവരും കൂട്ടി 2ാമത്തെ കുർബാനയ്ക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു അനുഭവമുണ്ട്. ഇത് മറ്റേ ചോദിച്ച അനുഭവം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതുപോലെ ഞാനപ്പം ഒരു റോക്കറ്റ് ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ ശ്രീഹരിക്കോട്ടയായിരുന്നു. അപ്പോഴത്തേക്കും ആ ഒരു ഞായറാഴ്ച ഞങ്ങൾ വായിക്കേണ്ട ഇതായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ദൂരെ ആയിരുന്നുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ച് പലരെയും അന്വേഷിച്ചു. നമ്മുടെ ഗ്രൂപ്പിൽ വായിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ, ആ സമയത്ത് പറ്റും. പക്ഷെ ഫൈനലി ഓരോരോ അസൗകര്യങ്ങൾ കൊണ്ട് മനഃപൂർവ്വം ആരും അയക്കത്തില്ല. ഓരോരോ അസൗകര്യങ്ങൾ കൊണ്ട് അവർക്ക് ആർക്കും വായിക്കാൻ പറ്റിയില്ല, സാധിച്ചില്ല. അപ്പോൾ അവരെ അസൗകര്യം അറിയിച്ചു. അപ്പോൾ ഞാൻ അന്ന് ഫ്ലൈറ്റ് എലിജിബിളാണ്. അപ്പോഴത്തേക്കും ഞാൻ അന്നൊരു ശനിയാഴ്ചയായിരുന്നു. അപ്പോഴത്തേക്കും പിറ്റേ ദിവസം ഞായറാഴ്ച. അപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞായറാഴ്ച രാവിലെ 5 മണിക്കാണ് ഫ്ലൈറ്റ് ചെന്നൈയിൽ നിന്ന്. അപ്പോൾ ചെന്നൈയിൽ നിന്ന് ശ്രീഹരിക്കോട്ടയ്ക്ക് അറൗണ്ട് 100 കിലോമീറ്റർ ഉണ്ട്. 100 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പം അന്ന് ശനിയാഴ്ചത്തെ ജോലി കഴിഞ്ഞിട്ട്, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശനി ഞായർ എന്നുള്ള വ്യത്യാസമില്ല. കാരണം നമ്മൾ കണ്ടിന്യൂസ് ഒരു കമ്മിറ്റഡ് ആയിട്ട് നമ്മൾ ജോലി ചെയ്യണം, എന്നാലേ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞായറാഴ്ച ഞാൻ അല്പസമയം കണ്ടെത്തി അവിടുത്തെ പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ അന്ന് ഈ പറഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞ ശേഷം അവിടുന്ന് ഈ പറഞ്ഞ ഒരു വണ്ടി കിട്ടണം നമുക്ക്. കാരണം 100 കിലോമീറ്റർ വന്നാലേ ചെന്നൈയിലെത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് വരുന്ന ഒരു വണ്ടി ഈ അവസാനം റിട്ടയർമെൻറ്റ് സമയത്തല്ല എനിക്ക് എൻ്റേതായ വണ്ടി ഉണ്ടായിരുന്നു, ഒഫീഷ്യൽ വണ്ടി ഉണ്ടായിരുന്നു. അന്ന് അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് വണ്ടിയൊന്നും ഇല്ല. അപ്പോൾ അന്ന് ഒരു വണ്ടി കണ്ടുപിടിച്ചു രാവിലെ വരുന്ന. അപ്പോൾ അറൗണ്ട് അതിരാവിലെ 1 മണിക്ക് അവിടുന്ന് ഒരു വണ്ടി തിരിച്ചു. ആ വണ്ടിയിൽ എനിക്കൊരു സീറ്റ് കിട്ടി. അങ്ങനെ ചെന്നൈയിലെത്തി. ചെന്നൈയിൽ അറൗണ്ട് 4 മണിയായപ്പോഴത്തേക്കും, അതിരാവിലെ 4 മണിയായപ്പോഴത്തേക്കും എത്തി. 5 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റ് വന്ന് ഇവിടെ 6:15 ആയപ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് എത്തി കഴിയുമ്പോഴത്തേക്കും ഒരു നമ്മുടെ ഒഫീഷ്യൽ വണ്ടി കാത്ത് കിടപ്പുണ്ടായിരുന്നു. അത് അറേഞ്ച് ചെയ്തിരുന്നു, പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്തിരുന്നു. ആ വണ്ടിയിൽ നിന്ന് നേരെ ബാഗ് എടുത്ത് നേരെ പള്ളിയിലോട്ട് പോയി. നേരെ എയർപോർട്ടിൽ നിന്ന് തന്നെ നേരെ പള്ളിയിലോട്ട് പോയി. അവിടെ നിന്ന് ഈ പറഞ്ഞ വായനകൾ വായിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അത് എന്നിട്ട് കുർബാന മൊത്തം കൂടിയിട്ടാണ് പിന്നെ ലഗേജ് എടുത്ത് നേരെ അതിനുശേഷമാണ് വീട്ടിലോട്ട് തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു മാത്രം. അതായത് പിന്നെ ഓർക്കായിരുന്നു സാറേ, കാരണം അത്രമാത്രം സാറിൻ്റെ ആ വിശുദ്ധ കുർബാനയോടുള്ള ബന്ധം അതെന്തുമാത്രം സാറിനൊരു പലപ്പോഴായിട്ടും ഇങ്ങനെ ഒരു സമർപ്പണം സാറ് ചെയ്യുന്നുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യവും ഒരനുഭവവും
അതിൻ്റെ ഒരു സാറിനൊന്നൊരു എക്സ്പ്ലെയിൻ ഒന്ന് പറയാൻ പറ്റും? വിശുദ്ധ കുർബാനയുടെ ചൈതന്യത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ എനിക്ക് തോന്നുന്നു നവീൻ ചൗള ആണെന്ന് തോന്നുന്നു ഒരു ഇൻ്റർവ്യൂവിലൂടെ ചോദിച്ചപ്പോഴത്തേക്കും മാർത്തിലിസിലൂടെ ചോദിച്ചു എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് ഈ ഇങ്ങനെ ഇത്ര കുഷ്ഠരോഗികളെ പോലും ഇത്ര ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ മാർത്തിലിസ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുവാണ്, അതായത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ക്രിസ്തുവിനെയാണ് ഞാൻ കെട്ടിപ്പിടിക്കാനായിട്ട് തോന്നുന്നത്, അതുപോലെ വിശുദ്ധ കുർബാന ഞാൻ എന്ന് സ്വീകരിക്കുന്നു, അതാണ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഞാനും ഇന്നും വിശ്വസിക്കുന്നത് വിശുദ്ധ കുർബാന എന്നുള്ളതാണ്. അവിടെ കഴിയുന്നതും ഞങ്ങൾ എന്നും വിശുദ്ധ കുർബാന അത് കഴിയുന്ന രാവിലെ തന്നെ വിശുദ്ധ പങ്കെടുത്താൽ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ജോലി വിരമിച്ച ശേഷം, അതിന് മുമ്പ് ഒരുപക്ഷെ സമയം കിട്ടാറില്ലായിരുന്നു, അതിനുശേഷം ഞങ്ങൾ ചെയ്യാറുണ്ട്. അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഓൺലൈനിലും കാണുമായിരുന്നു. അങ്ങനെ വിശുദ്ധ കുർബാനയാണ് എല്ലാത്തിനും നമ്മുടെ ആ ഒരു ശക്തിയും ചൈതന്യവും. അങ്ങനെ സജീവനായ ദൈവം ശരിക്കും നമ്മൾ വിശുദ്ധ കുർബാന നമ്മളിങ്ങനെ അച്ഛനെ ഉയർത്തിപ്പിടിക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഈശോയോടൊപ്പം തന്നെ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കളെ എല്ലാം ഞാൻ കാണുന്ന പോലെയാണ്. അത്രയ്ക്ക് അപ്പോൾ അവരുടെ സാന്നിധ്യമുണ്ട്. അവർ സ്വർഗത്തിലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അവരുടെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഈശോയുടെ അടുത്തിരുന്ന് അവരുടെ സാന്നിധ്യവും അവരുടെ അനുഗ്രഹവും എല്ലാം നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും കിട്ടുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇന്ന് ഇത്രയും നേരം നമ്മൾ മനോഹരമായ ഒരു ജീവിത അനുഭവത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അത് ഒരു വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, ഉന്നതത്തിലേക്ക് തൻ്റെ അറിവുകളും തൻ്റെ പ്രത്യാശയെല്ലാം സമർപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു മനുഷ്യൻ. ഓരോ റോക്കറ്റുകളും ശൂന്യാകാശത്തേക്ക് കുതിക്കുമ്പോൾ ഉന്നതത്തിൽ നിന്നും മനുഷ്യനെ തേടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അപ്പമായി മാറിയ ഈശോയെ, അലിഞ്ഞു ചേരുന്ന ഈശോയെ താഴ്മയിലേക്ക് ഇറങ്ങി വന്ന് അനുഭവിക്കുവാനായി ശ്രദ്ധ കാണിച്ച ടോമി സാറ്. പ്രത്യേകമായിട്ട് നമുക്കും ഇതുപോലെ നമ്മുടെ കുടുംബത്തോടൊക്കെ പറയാം, അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃകകൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസം, അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെല്ലാം വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കുടുംബത്തിന് മാതൃകയായതിൻ്റെ നിമിഷങ്ങൾ, സഹോദരങ്ങളുടെ മൊത്തമുള്ള ആ സ്നേഹബന്ധങ്ങൾ. ഇന്ന് സ്നേഹബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ സാറിൻ്റെ ഈ ഒരു ജീവിതാനുഭവം നമുക്ക് മാതൃകയായി മാറട്ടെ. സാറിനും കുടുംബത്തിന് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സാർ പഠിപ്പിക്കുന്ന സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസത്തിൻ്റെ തീവെട്ടി പന്തങ്ങളായിട്ടും അവരും ഉയരട്ടെ. തീർച്ചയായിട്ടും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് സാറിനോടൊപ്പം ചേർന്ന് ഞാനും ആശംസിക്കുകയാണ്. സാറേ, ഒത്തിരിയേറെ നന്ദി. ഈശോ മിശിഹായ്ക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. താങ്ക് യു സാറേ. താങ്ക് യു.